ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിദ്ധീകരിക്കുന്ന 2026 വർഷത്തെ കലണ്ടറിന്റെ പ്രകാശന കർമ്മം ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടത്തി. മന്നത്ത് ആചാര്യ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ ഷേർലി രഘുനാഥൻ നായർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിദ്ധീകരിക്കുന്ന 2026 വർഷത്തെ കലണ്ടറിന്റെ പ്രകാശനമാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ മന്നത്ത് ആചാര്യ സ്മൃതി മണ്ഡപത്തിൽ നടന്നത്. സംസ്ഥാന സഹകരണ വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ ഷേർലി രഘുനാഥൻ നായർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാറിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നായർ സഹോദര സമാജത്തിന്റെ സാമൂഹിക ക്ഷേമ പരിപാടികളുടെ ഭാഗമായി നൽകി വരുന്ന സാമ്പത്തിക സഹായ വിതരണവും ഇതോടൊപ്പം നടന്നു. ജന്മന കിടപ്പ് രോഗിയായ കുട്ടിയുടെ ചികിത്സയ്ക്കായി അനുവദിച്ച 25,000 രൂപയുടെ ചെക്ക് താലൂക്ക് യൂണിയൻ സെക്രട്ടറി AJ രവീന്ദ്രൻ, കരയോഗ സെക്രട്ടറി A അനീഷിന് ചടങ്ങിൽ വെച്ച് കൈമാറി. ദുബായ് നായർ സഹോദര സമാജം പ്രസിഡന്റ് ഗിരീഷ് C നായർ, സെക്രട്ടറി സജീവ് മേനോൻ, ട്രഷറർ പ്രമോദ് CP എന്നിവർക്ക് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ 4-5 വർഷക്കാലമായി നമ്മൾ എല്ലാ വർഷവും താലൂക്ക് യൂണിയന്റെ കലണ്ടർ നമ്മൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വർഷത്തെ കലണ്ടർ നമുക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. ഒന്ന്, കലണ്ടറിന്റെ പ്രകാശന കർമ്മമാണ്. മറ്റൊന്ന്, ഒരു നിർധനരായ രോഗിക്കുള്ള ഒരു സാമ്പത്തിക സഹായ വിതരണം. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നായർ സഹോദര സമാജം മണ്ടമേട് കരയോഗത്തിലെ ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു കിടപ്പ് രോഗിക്ക് നൽകിയ 25,000 രൂപ അതും ഇവിടെ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഇത് ശ്രീപത്മനാഭപുരത്തിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ശ്രീപത്മനാഭപുരം എന്ന് പറയുന്ന ഒരു പദ്ധതിയെപ്പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ട്. ജനുവരി 2 മന്നം ജയന്തി സമ്മേളനം വിപുലമായി നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണത്തിനും വിജയകരമായ നടത്തിപ്പിനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാബാലൻ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ KV വിശ്വനാഥൻ, PG രവീന്ദ്രനാഥ്, TK അനിൽകുമാർ, കരയോഗ വനിതാ സമാജ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.